പാർട്ടിക്കുള്ളിലെ കടുത്ത ഭിന്നതയാണ് മുന്നണി മാറ്റ ചർച്ചയിൽ കേരള കോൺഗ്രസ് എമ്മിനെ തൃശങ്കുവിലാക്കിയത്. റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ 3 MLA-മാർ ഇപ്പോഴും LDF-നൊപ്പം ഉറച്ചു നിൽക്കണം എന്ന നിലപാടിൽ തന്നെയാണുള്ളത്. ടി വി പ്രസാദ് ചേരുന്നു. ടി വി പ്രസാദ്, ഇത് നമുക്കറിയാം, ജോസ് കെ മാണിക്കൊപ്പമുള്ള 2-3 MLA-മാരും ആവശ്യം ഉന്നയിക്കുന്നുണ്ട് UDF-ലേക്ക് പോകാൻ. പക്ഷേ ഇതാ മറുഭാഗത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ LDF-ൽ തന്നെ തുടർന്നാൽ മതി എന്ന കടുംപിടുത്തത്തിലാണ്. നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ വാഗ്വാദത്തിലേക്കൊക്കെ എത്തുമോ എന്നൊരു ആകാംക്ഷ കൂടിയുണ്ട്. ഏതായാലും തൃശങ്കുവിൽ തന്നെയാണ് ഇപ്പോഴും കേരള കോൺഗ്രസ്. പുറമേക്ക് LDF-ൽ തുടരുമെന്ന് പറയുമ്പോൾ പോലും എന്ത് തീരുമാനം എടുക്കണമെന്നൊരു അങ്കലാപ്പ് ഉണ്ടോ? ഉറപ്പായും അങ്ങനെ ഒരു അങ്കലാപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം LDF വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിനൊപ്പം പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ളവരുണ്ടാകും എന്നുള്ളത് ജോസ് കെ മാണിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ മറ്റൊരു കാര്യമുള്ളത്, നടക്കുന്ന ചർച്ചകളൊന്നും ഒരിക്കലും ആരും, പ്രത്യേകിച്ച് മുന്നണി മാറ്റ ചർച്ച, പുറത്ത് പറയാറുമില്ല. പുറത്ത് പറയേണ്ട രീതിയിൽ തന്നെ ഇതിനകം തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം തുടരും എന്നുള്ള പോസ്റ്റ് റോഷി അഗസ്റ്റിൻ ഇടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെ പ്രമോദ് നാരായണനും അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ കേരള കോൺഗ്രസ് എപ്പോഴും പിളരുകയും പിളർന്ന് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം. പക്ഷേ ഇത്തവണ UDF-ന്റെ കയ്യിലേക്ക് വന്നതാണ് ഇപ്പോൾ സ്ലിപ്പായി പോയത് എന്നാണ് പൊതുവിൽ UDF-ന്റെ നേതാക്കൾ പറയുന്നത്. പക്ഷേ എന്നാലും അവർ ആത്മവിശ്വാസം കൈവിടുന്നില്ല. UDF-ലേക്ക് വരുമെന്ന് പറയുന്നു. പക്ഷേ LDF വിട്ടാൽ ഞങ്ങളില്ല എന്ന് റോഷി അഗസ്റ്റിനും മറ്റൊരു വിഭാഗവും പറയുകയാണ്. വിനീത, അതാണ് പ്രതിസന്ധിയും. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കേരള കോൺഗ്രസിനെ മുന്നണി നിർത്താനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് CPM ഊർജിതമായി തന്നെ നടത്തുന്നു. തലസ്ഥാനത്ത്